പറയുമ്പോൾ മനുഷ്യൻ പറഞ്ഞാൽ കേട്ടാൽ വിശ്വസിക്കുന്നത് പറയണ്ടേ. സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും എന്നുള്ളത് തറപ്പിച്ച് എല്ലാ ജില്ലകളും പറഞ്ഞിട്ടുണ്ട്. അല്ല, നമ്മള് നമ്പർ നിങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ സർവേ ഒക്കെ നടത്തിയിട്ടുണ്ടോ? നിങ്ങളോട് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നതാണല്ലേ. പിന്നെ പക്ഷേ അത് ഓവർ കോൺഫിഡൻസ് പിന്നെ ഞങ്ങൾക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യലും വിശകലനം ചെയ്യലുമൊക്കെയായിരുന്നു. 14 ജില്ലകളിലെയും UDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും വിജയസാധ്യതകളുമൊക്കെ താഴെത്തട്ടിൽ എല്ലാ ജില്ലകളിലും ആലോചനകൾ നടന്നിട്ടുണ്ട്. UDF യോഗം നടത്തിയിട്ട് ആലോചിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ എല്ലാ കമ്മിറ്റികൾ കൂടിയിട്ടും അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട്. താഴെത്തട്ടിൽ നിന്ന് ബൂത്തുകളിൽ നിന്ന് കിട്ടുന്ന വിവരത്തിനനുസരിച്ചാണ് ആ അവലോകനങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റി മണ്ഡലത്തിലേക്ക് വന്ന് മണ്ഡലം ജില്ലയിലേക്ക് കൊടുത്ത് ജില്ലാ കമ്മിറ്റി അവലോകനം ചെയ്ത് ക്രോഡീകരിച്ച് ഇന്നത്തെ ഞങ്ങളുടെ സംസ്ഥാന യോഗത്തിൽ അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നത്. UDFന് വളരെ നല്ല ശുഭപ്രതീക്ഷ ഉള്ള ഒരു റിസൾട്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താഴെത്തട്ടിൽ നിന്ന് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഈ ദുർഭരണം അവസാനിപ്പിക്കാനും UDFിൻ്റെ ഭരണം കൊണ്ടുവരാനും വേണ്ടി നന്നായി സഹകരിച്ചിട്ടുണ്ട്. ആ സഹകരണം തന്നെ UDFന് നല്ല വിജയം സമ്മാനിക്കും. ആ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് ഒരു സൽഭരണം കാഴ്ചവെക്കാൻ UDFനാകണം എന്ന ചർച്ചയാണ് ഇന്ന് യോഗത്തിലുണ്ടായത്. ആ ചർച്ചകളുടെ അഭിപ്രായം ഇതാണ്, ക്രോഡീകരിച്ചത് ഇതാണ്. അതിൻ്റെ ഒറ്റനോട്ടത്തിൽ അതിൻ്റെ തുക നല്ല ഭൂരിപക്ഷത്തോടു കൂടി UDF വിത്ത് കംഫർട്ടബിൾ മെജോറിറ്റി കേരളത്തിൽ അധികാരത്തിൽ വരും. അത് മുസ്ലിം മണ്ഡലം മാത്രമല്ല ഞങ്ങൾ നോക്കിയത്, 14 ജില്ലകളിലെയും 140 മണ്ഡലങ്ങളും ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റികൾ മുഖേനയുള്ള അവലോകനമാണ് ഞങ്ങൾ പരിശോധിച്ചതും. ഞങ്ങൾക്കതിൽ സംതൃപ്തിയുണ്ട്. ജനങ്ങളോട് ഞങ്ങൾക്ക് കൃതജ്ഞതയുമുണ്ട്. അല്ല, ഇപ്പം അറിയാലോ, ഒരു UDF അനുകൂല ട്രെൻഡാണ് നമ്മൾ വിലയിരുത്തുന്നത്. UDF അനുകൂല ട്രെൻഡ് ഉണ്ടായപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ റിസൾട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ UDFന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ സീറ്റുകൾ വളരെ വർദ്ധിക്കാം. പക്ഷേ നോക്കിയാൽ ഇടതുപക്ഷ മുന്നണിയുടെ പരമ്പരാഗത സീറ്റുകളിലൊക്കെയാണ് വൻ മത്സരം ഉള്ളത് എന്ന് എല്ലാവരും യുനാനിമസായി വിലയിരുത്തുന്നുണ്ട്. UDFിൻ്റെ പരമ്പരാഗത സീറ്റുകളിലൊന്നും അത്തരത്തിലുള്ള ഒരു ചാലഞ്ചേ ഇല്ല. അപ്പോൾ അതിൽ നിന്ന് UDFന് ഭൂരിപക്ഷം കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ പിന്നെ അതൊരു ട്രെൻഡായി വേവായി വരികയാണെങ്കിൽ നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. ഇതാണ് പൊതുവിൽ ഇന്ന് നടത്തിയത്. ജില്ലകളിൽ നിന്ന് കിട്ടിയ വിലയിരുത്തലനുസരിച്ചാണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവാണ്. എല്ലാ ജില്ലകളിലും UDFിൻ്റെ സീറ്റുകളിൽ വർധനവ് കാര്യമായി ഉണ്ടാവും എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. എല്ലാ ജില്ലകളിലും, ഇപ്പോൾ ആലപ്പുഴയായാലും കൊല്ലമായാലും കോട്ടയായാലും പത്തനംതിട്ടയായാലും മലപ്പുറമായാലും എറണാകുളമായാലും ജില്ലകളിൽ മുഴുവൻ സീറ്റും ജയിക്കും എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും എന്നുള്ളത് തറപ്പിച്ച് എല്ലാ ജില്ലകളും പറഞ്ഞിട്ടുണ്ട്. അല്ല, നമ്മൾ നമ്പർ നിങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ സർവേ ഒക്കെ നടത്തിയിട്ടുണ്ടോ? നിങ്ങളോട് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നതാണല്ലേ ഇപ്പം എത്ര ആയി എന്നുള്ളത്. വൈകാതെ നിങ്ങൾ പുറത്തു വിടുമല്ലോ. ഏത് UDFിൻ്റെ കണക്ക് ഞാൻ റിയലിസ്റ്റിക് ആയിട്ടൊരു അപ്രോച്ചാണ് ഞാൻ പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജില്ലകളിൽ നിന്ന് കാര്യമായ എണ്ണം വർദ്ധിക്കും. ആ കണക്കിനൊക്കെ നോക്കുകയാണെങ്കിൽ 100 ആവാം. പക്ഷേ ഞാൻ 100 സീറ്റ് കിട്ടും എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും നടത്തില്ല. അങ്ങനെയല്ലല്ലോ അല്ലേ? നിങ്ങൾക്കാണ് കൂടുതൽ അറിയണ്ടാവുക. കാരണം വെച്ചാൽ ഇപ്പോൾ എക്സിറ്റ് പോളൊക്കെ നിങ്ങൾ നടത്തുന്നുണ്ടാവുമല്ലോ, ഡേറ്റ് ആകുമ്പോൾ പബ്ലിഷ് ചെയ്യുമല്ലോ. ഇപ്പോൾ ഏകദേശം ഒരു കണക്ക് നിങ്ങൾക്കുണ്ട്. ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഒക്കെ UDFന് ഫേവറബിളാണ് ഉള്ളത്.
അത് ഫേവറബിൾ ആകുമ്പോഴും മറ്റേ നേരത്തെ UDF നേതാക്കൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്ന കോൺഫിഡൻസിലേക്ക് എത്തുന്നില്ല കണക്കുകളും. കോൺഫിഡൻസിന് ഒരു കുറവുമില്ല. ഓവർ കോൺഫിഡൻസ് ആയിട്ട് ചർച്ച നടത്തുന്നു എന്നല്ലേ നിങ്ങളെ പരാതി ഉള്ളത്. നിങ്ങൾ ഈ നമ്പറൊക്കെ ചോദിക്കുമ്പോൾ അത് കൗണ്ട് ചെയ്ത് പറയേണ്ടതായതുകൊണ്ട് പറയുന്നില്ല എന്ന് പറഞ്ഞല്ലോ. 20-ൽ 18 സീറ്റ് UDF ജയിച്ചില്ല, ട്രെൻഡ്. അപ്പം ആ കണക്കിന് കൂട്ടി എത്ര അസംബ്ലി വരും? 100-ന്റെ മുകളിൽ കിട്ടും. ട്രെൻഡ് ഉണ്ടെങ്കിൽ ആവാം. അല്ല, കോൺഫിഡൻസ് പിന്നെ എപ്പോഴും നല്ലതാണല്ലോ. പിന്നെ പക്ഷേ അത് ഓവർ കോൺഫിഡൻസ് പിന്നെ ഞങ്ങൾക്കില്ല. നല്ല കോൺഫിഡൻസ് UDF അധികാരത്തിൽ വരും എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റും. പറയുമ്പോൾ മനുഷ്യൻ പറഞ്ഞാൽ കേട്ടാ വിശ്വസിക്കുന്നത് പറയണ്ടേ, എല്ലാത്തിനും ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. അത് പിന്നെ അങ്ങനെ ഒരു ആരോപണം വന്നിട്ടുള്ളത് ഇടതുപക്ഷത്തെ കുറിച്ചാണ്. അങ്ങനെ ആരോപണം തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ തെളിവ് സഹിതം ചർച്ച ചെയ്തൊരു വിഷയമാണ്. നമ്മളിപ്പോൾ ഇനി അതിലേക്ക് പോകണ്ട. കാരണം എന്ത് സഖ്യം ഉണ്ടാക്കിയാലും ഈ തവണ UDF ജയിക്കും, അത് ഉറപ്പാണ്. UDFന് യാതൊരുവിധ അത്തരത്തിലുള്ള കൂട്ടുകെട്ടില്ല എന്നുള്ളത് പറയുന്നവർക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം. ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടായിരുന്നുള്ള പറച്ചിൽ ഈ BJP ആയാലും CPM ആയാലും പലപ്പോഴും പറയുന്നുണ്ട്. പല മണ്ഡലങ്ങളിൽ പരിശോധിച്ചാൽ അങ്ങനെ ഒരു ഏകീകരണം എന്ന രീതിയിൽ കണക്കാക്കാൻ കഴിയും? അതോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയെ അങ്ങനൊന്നും വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ജനവിധി ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ക്രീഡ് പാർലമെന്റിൽ നമ്മൾ കണ്ടതല്ലേ. പാർലമെന്റിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ? പാർലമെന്റിൽ എല്ലാ സീറ്റും UDF ജയിച്ചില്ലേ? 1-2 സീറ്റ് ജയിച്ച് ബാക്കിയെല്ലാം ജയിച്ചില്ലേ? എല്ലാ മേഖലയിലും ജയിച്ചില്ലേ? ജനങ്ങൾക്ക് അങ്ങനൊന്നുമില്ല. ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ നോക്കിയിട്ടല്ല വോട്ട് ചെയ്യുക. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള സംവിധാനത്തിലുള്ള അസംതൃപ്തിയും വരുന്ന സംവിധാനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും അടിസ്ഥാനമാക്കിയാണ്. അങ്ങനെയല്ലേ കേരളം വോട്ട് ചെയ്തിടത്തോളം വോട്ട് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ കണ്ടതല്ലേ. അല്ലാതെ ജാതി മതവും ഒക്കെ നോക്കിയിട്ടാണോ വോട്ട് ചെയ്യല്? ഞങ്ങളിപ്പോ പിന്നെ നമ്മുടെ ജോയി മത്സരിക്കുന്ന സീറ്റ് മലപ്പുറത്ത് തവനൂര്, അവിടുത്തെ എന്തെങ്കിലും ജാതി മതം നോക്കിയിട്ടാണോ കാൻഡിഡേറ്റ് നിർത്തിയിരിക്കുന്നത്? അവിടെ നല്ല പ്രതീക്ഷയാണല്ലോ. അതുപോലെ എത്ര സീറ്റുകളുണ്ട് കേരളത്തിൽ? അങ്ങനൊന്നുമില്ല. ജാതി മത ഏകീകരണമൊന്നുമല്ല വിഷയം. ജനങ്ങളെ പിന്നെ പിന്തുണയാണ് പറഞ്ഞത്. UDF അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ വ്യാപകമായി നടക്കുന്നുണ്ട്. അത് ഒരു അതിരുവിടുന്നു എന്നുള്ള അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഈ വിഷയം സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തിരുന്നു. അല്ല, അത് സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് യാതൊരു അർത്ഥശങ്കക്കും ഇടയില്ലാത്ത വിധം ഇന്നലെയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പൊ നടക്കുന്ന ചർച്ചകളൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. അത്തരം ചർച്ചകളൊക്കെ കേരളത്തിൽ ഉണ്ടാവും. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ ചർച്ച LDF-ലായിരുന്നു. എന്തെല്ലാം തരം ചർച്ചകളാണ്, ആൾ ഒഴിഞ്ഞു പോക്കും വരവും എന്തെല്ലാം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി അവരിനിപ്പോ മുഖ്യമന്ത്രി സ്ഥാനം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അപ്പോ ഇപ്പുറത്ത് ചർച്ചയൊക്കെ ഉണ്ടാവും, അതങ്ങനെ നടക്കും. പക്ഷേ ഞങ്ങളുടെ നിലപാട് ഇന്നലെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ട് UDF-ന് ഒരു സിസ്റ്റം ഉണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. ആ UDF-ന്റെ മെത്തേഡ് അനുസരിച്ച് ഏറ്റവും വലിയ കക്ഷി, മുന്നണിക്ക് നേരിടുന്ന കക്ഷി എന്നുള്ള ആൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി ഒന്ന്. രണ്ടാമത് UDF-ന്റെ മുഖ്യമന്ത്രിയാവുമ്പോൾ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ UDF ഘടകകക്ഷികളും ഒക്കെ ആയിട്ട് കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്യും. ഇത് ആദ്യത്തെ പ്രാവശ്യമൊന്നുമല്ലല്ലോ കേരളത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് അറിയുന്നതല്ലോ. അതിനുള്ള കീഴ്വഴക്കങ്ങളുണ്ടല്ലോ. ആ കീഴ്വഴക്കനുസരിച്ച് തിരുവനന്തപുരത്തും ഡൽഹിയിലും ഒക്കെ ചർച്ച ചെയ്തിട്ടാണ് ഗവൺമെന്റുകൾ രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പാണക്കാട് തങ്ങൾ 2 വാക്കിൽ ഒതുക്കിയത്. ഇലക്ഷൻ റിസൾട്ട് വരട്ടെ, അതിനൊരു സിസ്റ്റം ഉണ്ടല്ലോ.
ആ ശിക്ഷ അനുസരിച്ച് കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞു. കീഴ്വഴക്കം ജനങ്ങളുടെ അനുസരിച്ച് വികാരം നിലവിൽ നടക്കുന്നത്. പരിഗണിച്ചായിരിക്കും കോൺഗ്രസ് തീരുമാനം എടുക്കാതെ ജനവികാരം പരിഗണിക്കൂല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കോൺഗ്രസ് ലീഡർഷിപ്പ് ജനവികാരമൊക്കെ പരിഗണിച്ച് തന്നെയായിരിക്കും തീരുമാനം എടുക്കുക എന്നുള്ളത് സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ UDF-ന്റെ കീഴ്വഴക്കം അനുസരിച്ച് ഇവിടെ ഘടകകക്ഷികളോടൊക്കെ അവർ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചന നടത്തിയാണ് തീരുമാനം എടുക്കുക. ഞങ്ങളുടെ അഭിപ്രായം ആ സമയത്ത് പറയേണ്ടതേ ഉള്ളൂ. ഈ ലീഗിന്റെ മാത്രമല്ല, ഏത് ഘടകകക്ഷിയുടേതായാലും അപ്പം പറയേണ്ടതേ ഉള്ളൂ. ഇപ്പൊ നടക്കുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ കുറച്ച് ചർച്ച ചെയ്യുന്നതാണ്, കുറച്ചും കൂടി ചോദിച്ചുണ്ടാക്കുന്നതാണ്. അതെല്ലാം കൂടിയാണത്. നമുക്കറിയാലോ, ഞങ്ങളതിൽ പങ്കെടുക്കണ്ട എന്നാണ് തീരുമാനം. കോൺഗ്രസ് ഇത്തരം ചർച്ചകൾ സ്വാഭാവികമാണ്, പതിവാണ്. പക്ഷേ പോഡ്കാസ്റ്റ്, പോസ്റ്റർ, ബാനർ ഇങ്ങനെ പല രീതിയിലേക്ക് അത് പോകുന്നതൊരു യൂണിയത്തിന് അനുകൂലമായെന്ന ജനവിധിയോടുള്ള ഒരു അല്ല, അങ്ങനെയൊന്നുമില്ല. അത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതാണ്. ഇപ്പോൾ ഓരോരുത്തർ പിന്നെ അവരവരുടെ എന്താ പറയുക കാഴ്ചപ്പാടുകളും അച്ചീവ്മെന്റും ഒക്കെ പറയുന്നത് ഞാൻ തന്നെ ഒന്ന് പറയാൻ കഴിയുന്നു. ഇപ്പൊ ചില കുട്ടികൾ ദുർവ്യാഖ്യാനം ചെയ്യണ്ടെന്ന് വിചാരിച്ചു പിന്നെ വേണ്ട ചെന്ന അല്ല, പോർവിളിയൊന്നുമില്ല. പോർവിളിയൊക്കെ പണ്ടായിരുന്നു. കുറെ പഴയ പുറകോട്ട് നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ചർച്ചയിൽ ഇപ്പൊ പോർവിളിയൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. ഇന്നത്തെ കാലം സംബന്ധിച്ച് 3-4 പതിറ്റാണ്ടായിട്ട് ഇത് വളരെ കൃത്യമായിട്ടാണ് ആ സിസ്റ്റം കുറച്ച് മാറി. കാരണം മുൻകാലങ്ങളൊക്കെ ഒരു പറ്റം നേതാക്കൾ കോൺഗ്രസിനുണ്ട്. നേതാക്കളുടെ സാധ്യത എന്ന് പറയുമ്പോഴും അത് ഒരു പ്രശ്നമേ ആകില്ല. അതായത് അതിലൊരു തെരഞ്ഞെടുപ്പ് പ്രശ്നം ആവില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് ശക്തമായ ലീഡർഷിപ്പ് ഉണ്ട്. ലീഗിനെ സംബന്ധിച്ചാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഏത് ചർച്ചയും കൺട്രോൾ ചെയ്യും. അപ്പോൾ UDF-ന് അതിൻ്റെതായ ചില മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ LDF-ൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് മുഴങ്ങി അവസാനം നമ്മൾ പുറത്തറിയുമ്പോഴേക്ക് വൈകിട്ടുണ്ടാവും, അസുഖം മൂത്തിട്ടുണ്ടാവും. അങ്ങനെയല്ല ഇപ്പം നമ്മൾ ഇലക്ഷൻ കാലത്ത് കണ്ടല്ലോ. മറ്റ് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ചില പാർട്ടികളൊക്കെ ചർച്ച ചെയ്തിട്ട് പിന്നെ സുതാര്യമായി പോകും. അങ്ങനെ കരുതിയാൽ മതി. ചർച്ച ഒന്നും ഒരു കുഴപ്പവും ഉണ്ടാക്കൂല. വളരെ നല്ല തീരുമാനം, ശുഭ തീരുമാനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.